ആരാണ് ഈ പറയണത്? വ്യൂസിനും ലൈക്സിനും വേണ്ടിയിട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് റീച്ചിന് വേണ്ടി ഞാൻ ചെയ്തെന്ന് പറയുന്നത്. എൻ്റെ ഗസ്റ്റിനോട് സംസാരിച്ചതിന് ശേഷം അവരുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഞാനത് ചോദിച്ചത്. അതുകൊണ്ട് ഗസ്റ്റിന് യാതൊരു പ്രശ്നമില്ല, പ്രശ്നം മുഴുവൻ കേട്ട നാട്ടുകാർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാനുണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സി, 2 ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. യൂട്യൂബ് തുറക്കുമ്പോൾ വരുന്ന 2 ഇൻ്റർവ്യൂകൾ. ഒന്ന്, തൊപ്പിയുടെ കൂടെയുള്ള മമ്മു എന്ന് പറയുന്ന ഒരു കുട്ടി, ഒരു 10-25 വയസ്സ് പ്രായം ഉണ്ടാവുള്ളൂ. അവൻ 17ാമത്തെ വയസ്സിൽ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ വന്ന് സംസാരിച്ചപ്പോൾ അവതാരക ഇരുന്ന് ചിരിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. അത് വലിയൊരു വിവാദത്തിലേക്ക് വഴിതെളിച്ചു. വെറൈറ്റി മീഡിയ ആണ് ചാനൽ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആങ്കർ, അത് എടുത്തു തന്നെ പറയണം, രമ്യ നിഖിൽ. രമ്യയുടെ ശാന്തികൃഷ്ണ മാമിനോടുള്ള ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരിക്കലും ഒരു അമ്മയോടും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം രമ്യ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. എന്തുദ്ദേശിച്ചാണ് ആ ചോദ്യം രമ്യ ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ അറിവായ കാലം മുതൽ ഞാൻ ഈ അവതാരക രംഗത്ത് കാണുന്നൊരു വ്യക്തിയാണ്. പണ്ട് സൂര്യ ടി വിയിലായിരുന്നു, പിന്നെ മറ്റു പല ചാനലുകളിലും പോയി, പിന്നെ കുറേ നാൾ കാണാനില്ലായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിലാണ് ഞാൻ ഇവരെ കാണുന്നത്. രമ്യയെക്കുറിച്ചും മൈൽ സ്റ്റോൺ മേക്കേഴ്സിനെ കുറിച്ചും ഞാൻ സംസാരിക്കുന്ന 4ാമത്തെ വീഡിയോ ആണിത്. ബാക്കി 3 വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വയ്ക്കാം. ഇതിനു മുൻപൊരിക്കൽ മേഘ്ന വിൻസെന്റിനെയും അഞ്ജു ജോസഫിനെയും വെച്ച് 2 ഇൻ്റർവ്യൂ രമ്യ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ 2 ഇൻ്റർവ്യൂവിലും ഇതുപോലെ തന്നെ ഒരു കാരണവശാലും 2 പെൺകുട്ടികളോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം. അതായത് നമ്മളെ ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലാണ് അവരുടെ വികാരങ്ങൾ ഉള്ളത്, ഓരോരോ എക്സ്പീരിയൻസാണ് ഉള്ളത്. ഈ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുത്തി കുത്തി ചോദിച്ച് അവരെ വീണ്ടും അതേ പഴയ ട്രോമയിലേക്ക് കൊണ്ടുപോവുക, ഇത് രമ്യയുടെ ഒരു ഹാബിറ്റാണ്. ഇത് രമ്യയുടെ ഹാബിറ്റാണോ അതോ ചാനലിൻ്റെ ഹാബിറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് മറുപടിയില്ല. കാരണം ഇപ്പോൾ ഈ വെറൈറ്റി മീഡിയ ആങ്കറിനെ സംബന്ധിച്ച് അവർക്കൊരു പക്ഷേ അവരൊരു പുതിയൊരു ആങ്കർ ആയതുകൊണ്ട് തന്നെ നോ എന്ന് പറയാൻ പേടിയായിരിക്കും ചാനലുകാരോട്. ചാനലുകാരാണല്ലോ ഈ ചോദ്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. അവന്മാർ പുറകെ ഇരുന്നിട്ട് ഈ ആങ്കേഴ്സിൻ്റെ മുഖം വെച്ചിട്ട് ഈ ആങ്കേഴ്സിനെ ബലിയാടാക്കിക്കൊണ്ട് കാണിക്കുന്ന കുറേ കോപ്രായങ്ങൾ, എന്നിട്ട് ഇവർ പുറകെ ഇരുന്ന് ചിരിക്കുകയും ചെയ്യും. നമ്മൾ മുൻപൊരിക്കൽ മറ്റൊരു ആങ്കറിനെ റിയാക്ട് ചെയ്തപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. മീനാക്ഷി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വിളിച്ചിരുത്തിയിട്ട് കോണ്ടം കൊടുത്തിട്ട് അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി കണ്ണ് മൂടി കെട്ടിയിട്ട്, അപ്പോൾ അത് റിയാക്ട് ചെയ്ത സമയത്ത് ഈ ആങ്കർ മാത്രമേ പുറത്ത് കാണിക്കുന്നുള്ളൂ. പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റു പല സംസാരങ്ങളാണ്. അപ്പോൾ അണിയറ പ്രവർത്തകർ പുറകെ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ എഴുതി കൊടുക്കുന്നു. ഈ ആങ്കർ പുതിയ ആങ്കർ ആണെങ്കിൽ അവർ ചോദിക്കാൻ നിർബന്ധിതരാകുന്നു. നോ പറയാൻ അവർക്ക് ഭയമാണ്. അതേസമയം രമ്യ നിഖിലിനെ സംബന്ധിച്ച് അവർ യാതൊരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയധികം എക്സ്പീരിയൻസ് ഉള്ള, ഇന്ന് ഈ ഒരു ചാനൽ അല്ലെങ്കിൽ മറ്റൊരു ചാനലിലേക്ക് പോകാൻ ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരു ആങ്കർ. അവർ ഒരു കാരണവശാലും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ അവരുടെ ഒരു രീതിയാണിത്. ഞാനിത് പറയാൻ കാരണം, മുൻപ് ഈ 2 ഇൻ്റർവ്യൂ നടന്ന സമയത്തും മേഘ്നയോടാണെങ്കിലും അഞ്ജുവിനോടാണെങ്കിലും ഇവർ ചോദിച്ച ചോദ്യങ്ങൾ, അതിനെതിരെ ഞാൻ സംസാരിച്ചപ്പോൾ ഇവരൊരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗസ്റ്റുകളുടെ പെർമിഷനോട് കൂടി തന്നെയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവർ എൻ്റെ ചോദ്യങ്ങളിൽ കംഫർട്ട് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ആ വീഡിയോ സംബന്ധിച്ച് ഒരു ട്രോൾ വീഡിയോ വന്നപ്പോൾ അഞ്ജു അവിടെ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അവർക്ക് എന്താണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ, ചോദ്യം ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. ഫൺ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് ഇമ്മാതിരി കോപ്പിലെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ ശാന്തികൃഷ്ണ മാമിനോട് ഞാൻ ആ വീഡിയോ ഒന്നും വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഇവർ അപ്പം തന്നെ കോപ്പറേറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇവർക്ക്. അതായത് ഇപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആയിക്കോട്ടെ, വെറൈറ്റി മീഡിയ ആയിക്കോട്ടെ, അത് ആ ഒരു ഭീഷണിയാണ് ഇപ്പോൾ വഫ ഹുസൈൻ എന്ന് പറയുന്ന പെൺകുട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിരന്തരം ഈ പറയുന്ന ചാനലുകളിൽ നിന്ന് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ റീച്ചിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്, ഞങ്ങളുടെ വീഡിയോ ട്രിം ചെയ്തിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ സംസാരിക്കും സർ. നിങ്ങൾ ട്രിം ചെയ്തതിന് മുൻപ് 10,000 ആൾക്കാർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ 10,000 പേര് കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ട്രിം ചെയ്യുന്നത്. എന്ത് കാര്യമുണ്ട്? നിങ്ങൾ ചെയ്തത് റീച്ചിന് വേണ്ടിയല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്ത് റൈറ്റ് ഉണ്ട്? ഒരു പെൺകുട്ടികളും ഒരു സ്ത്രീയും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് രമ്യ ചോദിച്ചതും. അതുപോലെ തന്നെ കുളിസീൻ പണ്ട് ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് സംസാരിക്കുമ്പോൾ അത് നോക്കി ചിരിക്കുന്ന ആങ്കർ. ലേശം ബോധം വേണ്ടേ? ഇനി രമ്യ പറയുന്നൊരു മറുപടിയുണ്ട്, സോറി ചേച്ചി, ഐ ഡിഡ്ന്റ് നോ, എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾ ഒരു സ്ത്രീയാണോ? സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം കാണുമ്പോൾ ഇത് ചോദിക്കാൻ പാടുള്ളതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്കില്ലേ? എൻ്റെ ചോദ്യം രമ്യയോടാണ്. ഒന്നുമില്ലെങ്കിലും മുന്നിൽ ഇരിക്കുന്നത് ഒരു അമ്മയാണ്. ആ ഒരു കൺസിഡറേഷൻ വേണ്ടേ? ആ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഇത്തരമൊരു ചോദ്യം, ഞാൻ ആ ചോദ്യം ഒന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണും. ഇത്തരം ഒരു ചോദ്യം അത് നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നുന്നു? നമുക്ക് എന്തൊരു കാര്യം ചെയ്യാം. വഫയ്ക്ക് വന്ന ഭീഷണി ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു വെറൈറ്റി മീഡിയയുടെ ഭാഗത്ത് നിന്ന്. ആ മെസ്സേജിനെ കുറിച്ച് വഫ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ആരാണ് ഈ പറയണത്? വ്യൂസിനും ലൈക്സിനും വേണ്ടിയിട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് റീച്ചിന് വേണ്ടി ഞാൻ ചെയ്തെന്ന് പറയുന്നത്. എന്നെ ത്രെട്ടൻ ചെയ്യുന്നു, സ്ട്രൈക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ എന്നിട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളുടെ മിസ്റ്റേക്ക്. എക്സാക്ട്ലി. കാരണം ഇവിടെ ആങ്കർ കഴിഞ്ഞ ദിവസം വന്നിട്ട് എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. എനിക്ക് ആ കുട്ടികളുടെ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയത്ത്, ഈ ഇന്റർവ്യൂ കാണുന്ന സമയത്ത്. പക്ഷേ തെറ്റ് ആർക്കും സംഭവിക്കാം.
അത് വന്ന് അപ്പോളജി ചെയ്യാനുള്ളൊരു മനസ്സ്, തുറന്നു പറയാൻ. ആ കുട്ടി കരഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. കുറേ പേര് പറഞ്ഞത് നാടകമാണ്, അല്ലെങ്കിൽ അതൊരു ഒരുതരം അഭിനയമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എനിവേ ആ കുട്ടി വന്ന് പറഞ്ഞല്ലോ, സോറി പറയാൻ കാണിക്കുന്ന ഒരു മനസ്സ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ആ ചാനലിന്റെ ഭാഗത്തുനിന്ന് പിന്നെയും ഭീഷണിയാണ്. അവർ ആ വീഡിയോയിൽ ആ ഭാഗം ട്രിം ചെയ്ത് കളഞ്ഞാലും കണ്ട ആൾക്കാരില്ലേ. വഫയ്ക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്ത്രീയുടെ മെസ്സേജ്. കുളിക്കാൻ കയറുമ്പോൾ അവർക്കിപ്പോൾ പേടിയാണെന്ന്, ആരെങ്കിലും ഈ ഇതുപോലത്തെ പരിപാടി കാണിക്കുന്നുണ്ടോ എന്ന്. എത്രയോ സ്ത്രീകൾ ആ ഇന്റർവ്യൂ കണ്ടിട്ട് അവർ ഈ ട്രോമയിലൂടെ പോയിട്ടുണ്ടാവും. എന്തുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല? ആ പെൺകുട്ടി വന്ന് സോറി പറഞ്ഞിട്ടും ചാനലിന്റെ അണിയറ പ്രവർത്തകർക്ക് ഒരു കുറ്റബോധവും ഇല്ല. അതുകൊണ്ടാണ് അവർ ഇമാതിരി ഒരു മെസ്സേജ് അയച്ചത്. ഞാൻ മെസ്സേജ് വായിക്കാം. ഹേ വഫ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയിൽ അത് എഡിറ്റിൽ ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന്. അത് തന്നെ എക്സാക്ട്ലി സംഭവിച്ചത്. അത് ഫുൾ ഇന്റർവ്യൂവിന്റെ ഫ്ലോയിൽ പോയ ഒരു കോണ്ടന്റ് ആണ്. എഡിറ്റിൽ ഇരിക്കുന്നവന് ബോധമുണ്ടോ? ഇത് പുറത്തു പോയാൽ ഇഷ്യൂ ആവുന്ന ചിന്തിക്കാനുള്ള ബോധം വേണ്ടേ? അത് കാണിച്ചില്ല. എന്നിട്ട് പിന്നെ ന്യായീകരിക്കുകയാണ്. വഫയാണ് ഇപ്പോൾ റീച്ചിന് വേണ്ടി കൂടുതൽ ആളുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നത്. ഞങ്ങളത് റിമൂവ് ചെയ്തു. ഞങ്ങൾ മാക്സിമം വഫയോട് പറഞ്ഞു നോക്കി. ഇനി ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാനേ ഓപ്ഷനുള്ളൂ. അത് വഫയുടെ അക്കൗണ്ടിനെ തന്നെ ബാധിക്കും. സോ പ്ലീസ് ടേക്ക് ഡൗൺ ദാറ്റ് വീഡിയോ. ഇറ്റ്സ് അവർ റിക്വസ്റ്റ്. ആ ഇന്റർവ്യൂയിൽ ആ പയ്യൻ പറഞ്ഞത് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാണ്. ബട്ട് ഇത് മാത്രം കാണുന്നവർ അത് വേറെ രീതിയിലാണ് എടുക്കുന്നത്. അതാണ് ഇപ്പോൾ വഫ സ്പ്രെഡ് ചെയ്യുന്നത്. ഇതിനൊക്കെ എന്താ മറുപടി പറയേണ്ടത്? ആ ഇന്റർവ്യൂ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അങ്ങനെ ഒരു ചെറുക്കനെ അത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ വിളിക്കേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, റോഡേ കൂടെ ഒരു പോലീസുകാരനെ തെറി പറഞ്ഞുകൊണ്ട് പോയാൽ നാളെ അവൻ വൈറലാണ്. അവൻ പിന്നെ അടുത്ത ദിവസം ഇന്റർവ്യൂ ഗോവിന്ദചാമി ജയിലിൽ ചാടി. അയാൾ ഒരു പക്ഷേ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഇവനൊക്കെ വിളിച്ചുകൊണ്ടേ അടുത്ത ദിവസം ഇന്റർവ്യൂവിന് എത്തും. അമ്മാതിരി ടീമുകളാണ്. ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും പെങ്കോച്ചിനെ പിടിച്ചിരുത്തുകയും ചെയ്യും. നമുക്ക് വഫയ്ക്ക് ബാക്കി എന്താ പറയാനുള്ള നോക്കാം. ആ ഒരു ആങ്കർ അപ്പോളജി പറയുന്ന വീഡിയോ കുറേ പേര് എനിക്ക് അയച്ചു, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. പക്ഷെ നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്ററെങ്കിലും ഇട്ടോ. എത്ര ആൾക്കാരാണ് ഒരു ഇന്റർവ്യൂ എടുത്തു കഴിയുമ്പം അതിന്റെ ഉള്ളിലുള്ളത്? അത്രയും ആൾക്കാർ അത് റെസ്പോൺസിബിൾ അല്ലേ? നിങ്ങളുടെ മീഡിയ അതിൽ റെസ്പോൺസിബിൾ അല്ലേ? ആ മീഡിയ എന്തെങ്കിലും ഇതിനെ പറ്റി ഇട്ടോ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ എനിക്ക് അയച്ച മെസ്സേജ് നോക്കൂ. ഞാനിത് പറയാൻ കാരണം ഇതൊരു മിസ്റ്റേക്ക് അല്ല. കാരണം ഞാൻ ഒരുപാട് ആൾക്കാർ എനിക്ക് അയച്ച ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെക്കാം. നിങ്ങളുടെ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ആങ്കറാണ് പൂജ കൃഷ്ണ. ബിഗ് ബോസിൽ പോയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ്. ബിഗ് ബോസ് സീസൺ 6-ലെ പൂജ വെറൈറ്റി മീഡിയയുടെ ഒരു ഫോമർ ആങ്കർ ആയിരുന്നു. പൂജ പറയുന്നൊരു കാര്യമുണ്ട്, അത് വളരെ കറക്റ്റ് ആണ്. കാരണം ഈ പറയുന്ന പുതിയ ആങ്കേഴ്സ് എല്ലാം ഫോഴ്സ്ഫുള്ളി ഇത്തരം ഇന്റർവ്യൂകൾ എടുക്കാൻ ബാധ്യസ്ഥരായി പോവുകയാണ്. അതിപ്പോൾ വെറൈറ്റി മീഡിയ ആയിക്കോട്ടെ, മറ്റേതൊരു യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ, അവരുടെ ആങ്കേഴ്സ് നിർബന്ധിക്കപ്പെടുകയാണ്, ചെയ്തേ പറ്റുന്നുണ്ട്. പക്ഷെ അവർക്ക് പുതിയ ആങ്കേഴ്സ് ആണ്, അവർ നോ പറയാൻ പറ്റില്ല. നോ പറയില്ല. അവർ പറഞ്ഞാൽ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോം മാറുകയാണ്. എല്ലാവരും ഇപ്പം ഫെയിമിന് വേണ്ടിയൊക്കെ തന്നെയാണ് ആങ്കർ ആവുന്നതും അതും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചാനലിൻ്റെ ആങ്കർ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ വെറൈറ്റി മീഡിയ എന്ന് പറയുന്നത് അത്യാവശ്യം റീച്ചുള്ള ചാനലാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് റീച്ചുള്ള ചാനലാണ്. ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു ആങ്കർ പോസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അത് കളയാതിരിക്കാൻ വേണ്ടി ഇവർ നോ പറയില്ല. ഇവരെന്തിനും വില്ലിങ് ആവും. സോ അതിനെയാണ് ഇവർ മുതലെടുക്കുന്നത്, ഇവർ ചൂഷണം ചെയ്യുന്നത്. അതിനി ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, രമ്യയുടെ കാര്യത്തിൽ ഇതിൽ യാതൊരു ദാക്ഷിണ്യവും ഇല്ല. കാരണം രമ്യ എന്ന് പറയുന്ന ആങ്കർ ഇന്നലെയോ ഇൻഡസ്ട്രിയിൽ വന്നൊരു ആങ്കർ അല്ല. അവർക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അവരാണ് ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. എന്നിട്ട് പറയും ഞാൻ ചോദ്യം കണ്ടില്ലായിരുന്നു. ശരിക്കും ശാന്തികൃഷ്ണ മാം അവർ തിരിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാ ഈ ചോദ്യം? ഇറ്റ്സ് റിയലി ഹേർട്ട് മീ. അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. ഒരു അമ്മ എത്രമാത്രം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ആ അമ്മയുടെ മനസ്സ് എത്രമാത്രം ആ സമയത്ത് വേദനിച്ചിട്ടുണ്ടാവും. ഇതൊന്നും ഇവർക്ക് വിഷയമുള്ള കാര്യമല്ല. ഇവർക്ക് റീച്ച് ഉണ്ടാക്കുക. ഓക്കെ, അവർ പറഞ്ഞ വേർഡ്സ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇവരുടെ ഈ കോമന്റ് കണ്ടാൽ അറിയാം ഇത് നിങ്ങളുടെ സ്ഥിരം ഏർപ്പാടാണ്. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയുന്നതാന്ന്. അപ്പൊ ഇത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതാന്ന് എല്ലാവർക്കും മനസ്സിലായി. ഉറപ്പായിട്ടും ഇത് അവർ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലാണ്ട് ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഇനി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നിന്ന് വഫയ്ക്ക് പോയൊരു മെസ്സേജ്. വി വാണ്ടഡ് to inform you that after a thorough review, we have removed the specific content from our original video that led to the concern. We truly value your feedback and appreciate you bringing to our attention. In light of this update, we kindly request you to consider withdrawing your reaction or content related to it, as the matter how now been addressed and resolved for our side. ഇങ്ങനെ പോകുന്നൊരു മെസ്സേജാണ്. ഇതിലവർ പറയുന്നത് എന്താണ്? ആ വീഡിയോ നിങ്ങൾ ടേക്ക് ഡൗൺ ചെയ്യണം. ഞങ്ങൾ ആ കോണ്ടന്റിന്റെ ഈ പോർഷൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. എന്ത് കാര്യമാണ്? നേരത്തെ ചോദിച്ച പോലെ എന്ത് ഫലമാണ് അതുകൊണ്ടുണ്ടാകുന്നത്? 10,000-കണക്കിന് ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ അത് റിമൂവ് ചെയ്തിട്ട് എന്ത് കാര്യം? സർക്കുലേഷൻ കുറയ്ക്കാന്നല്ലാണ്ട് വേറെ ഗുണമൊന്നുമില്ലല്ലോ. നാട്ടുകാർ മുഴുവൻ അറിയുകയും ചെയ്തു. ഞാനിപ്പോൾ ആ വീഡിയോ എടുത്ത് വെക്കാത്തത് എന്നിലൂടെ അത് പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി എനിക്ക് അയച്ച മെസ്സേജ് നമുക്കിനി ഈ വെറൈറ്റി മീഡിയയുടെ ആങ്കർ അവരുടെ ഒരു അപ്പോളജി ഉണ്ട്, അതൊന്ന് കേട്ട് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോറി പറയാൻ വൈകിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു 100-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. മാനസികമായി ഞാൻ വളരെയധികം തകർന്നുപോയി. ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി എന്നല്ല, എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവില് വലിയൊരു, അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. അപ്പോൾ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞു. ഓക്കെ, ഇതിപ്പോൾ അവർ ആ ഒരു മാറ്റർ പറയുന്നതും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാം. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതൊക്കെ ഒരു ന്യായീകരണം മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ പോലും അവരത് അപ്പോളജി ചെയ്യാൻ കാണിച്ചൊരു മനസ്സ്, അന്ന് ക്ഷമ പറയാൻ കാണിച്ചൊരു മനസ്സ്. പക്ഷേ രമ്യ ഇത്രയും സമയമായിട്ടും ഒരു ക്ഷമ പറഞ്ഞിട്ടില്ല. അവരുടെ ചാനലിൽ നിന്നൊരു അപ്പോളജി വന്നിട്ടില്ല. വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് അപ്പോളജി വന്നിട്ടില്ല. ഈ ആങ്കർ പറഞ്ഞു, ആ ആങ്കർ പറഞ്ഞ കാര്യത്തെ മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ചാനൽ ഇപ്പോഴും അവരുടെ തെറ്റ് മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ രമ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്പോളജി വന്നിട്ടില്ല. ഇനി നാളൊരു സമയത്ത് ഒന്ന് പറയും, വലിയ ഹാഷ് സ്റ്റൈലിൽ വന്നിരുന്ന് പറയും, ഞാനത് എൻ്റെ ഗസ്റ്റിനോട് സംസാരിച്ചതിന് ശേഷം അവരുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഞാനത് ചോദിച്ചത്, അതുകൊണ്ട് ഗസ്റ്റിന് യാതൊരു പ്രശ്നമില്ല, പ്രശ്നം മുഴുവൻ കേട്ട നാട്ടുകാർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഇത് തന്നെയാണ് അന്നും പറഞ്ഞത്. എനിവേ, ബാക്കി നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ആങ്കേഴ്സിനെ കുറിച്ചും ഈ ഇത്തരം പ്ലാറ്റ്ഫോമിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.